ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് വേവിച്ചതാണ്. അപ്പോൾ ചേമ്പ് വേവിച്ചെന്ന് പറഞ്ഞാൽ കപ്പയൊക്കെ നമ്മൾ വേവിച്ച് തരത്തില്ലേ, അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു ചേമ്പ് വേവിയിലാണ്. അതിനായിട്ട് നമ്മൾ ചേമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിരിക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ കുറേ ചേമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. ചേമ്പുകളിൽ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞൊക്കെ എടുക്കാം. അപ്പോൾ ആ ചേമ്പൊക്കെ അരിച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുവരൂ. അപ്പോൾ അരിഞ്ഞെടുക്കുന്ന മെത്തേഡൊക്കെയാണ് കാണിക്കുന്നത്. ആ ചേമ്പിൻ്റെ തൊലി കളഞ്ഞിടുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ കാണാൻ ചേമ്പിൻ്റെ തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. ചേമ്പിൻ്റെ തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മൾ ചേമ്പിൻ്റെ തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞിടുകയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയായ ചക്കപ്പുഴുക്കാണ്, ചേമ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ചേമ്പ് വേവിച്ചത്. ഇപ്പോൾ പുഴുക്കൊക്കെ കഴിച്ചവരുണ്ടായിരിക്കും. പുഴുക്ക് കഴിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റിലും രീതിയിലും ഒക്കെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അത് നമ്മൾ തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേമ്പിൻ്റെ തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുക്കുകയാണ്. കഴിക്കാനും അടിപൊളി
ടേസ്റ്റാണ്, പിന്നൊന്നും പറയേണ്ട കാര്യമില്ല. അടിപൊളി ടേസ്റ്റായ പുഴുക്കാണ്. എല്ലാവർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു പുഴുക്ക് വീഡിയോ ആണ് കാണിക്കുന്നത്. പുഴുക്കൊക്കെ വേവിക്കാൻ വേണ്ടി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് വരും. അങ്ങനെ നമ്മൾ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുക്കുകയാണ്. വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ 3 തവണ കഴുകിയിട്ടാണ് ഇപ്പോൾ വീഡിയോ കാണിച്ചത്. 3 തവണ അരിഞ്ഞിട്ട് നമ്മൾ കഴുകിയായിരുന്നു. ചേമ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചേമ്പിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞ് വൃത്തിയായിട്ട് 3 തവണ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേമ്പൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ്. ബാക്കി ഇത്രയും ചേമ്പും കൂടെ ഉള്ളൂ. ഇതും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതും കൂടെ വൃത്തിയാക്കി അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചേമ്പെല്ലാം അരിഞ്ഞ് കഴിയാറായി. ഇനി ലാസ്റ്റിലത്തെ ചേമ്പൂടെ അരിഞ്ഞെടുക്കുകയാണ്. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിവ ചേർത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആ വെള്ളത്തിൽ കിടന്ന് നല്ലവണ്ണം വെന്ത് വരും. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ വേവിക്കുകയാണ്. അടപ്പൊക്കെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഞാൻ അരപ്പിന് 2 സാധനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. തേങ്ങ ചിരകിയത്, ലേശം മഞ്ഞൾപ്പൊടി, 2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, മുളക്, 2 വെളുത്തുള്ളി, 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, തേങ്ങ ചിരകിയത് എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളുടെ വീഡിയോ കാണിക്കുകയാണ് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് കരിയാപ്പലയോടും ചേർത്താണ് ചതച്ചെടുത്തത്. നമ്മുടെ പുഴുക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് പുഴുക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ നോക്കി കാണാവുന്നതാണ്. അതിലേക്ക് അരച്ച് വെച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ചതച്ചെടുത്ത അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചിരകിയത്, കരിയാപ്പല, 2 ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവയൊക്കെ ചേർത്ത് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളകും ഒക്കെ ചേർത്ത് ചതച്ചെടുത്തതാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തത്. നമ്മൾ സ്പൂൺ വെച്ചൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നല്ലോണം എന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇളക്കിയൊക്കെ യോജിപ്പിക്കുകയാണ്. നമ്മൾ തവിയൊക്കെ യൂസ് ചെയ്ത് നല്ലോണം ഇളക്കുകയാണ്. കപ്പയൊക്കെ ഇളക്കി യോജിപ്പിക്കത്തില്ല, അതുപോലെ തന്നെ ഇളക്കുകയാണ്. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ലേശം മോരുണ്ടെങ്കിൽ, പച്ചമോരുണ്ടെങ്കിൽ അതൊഴിച്ച് മീൻ തോരനോടെ മുക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റും കൂടിയാണ്. ഞങ്ങൾ കഴിച്ച് നോക്കി, നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. ഇതിനകത്തേക്ക് അല്പം തൈരോ അല്ലെങ്കിൽ പച്ചമോരോ എന്നിവ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അതിലൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാൻ. അങ്ങനെയും കഴിച്ച് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നു.